വെൽക്കം ബാക്ക് ടു മൈ ബ്രാൻഡ് ന്യൂ വ്ലോഗ് ഗൈസ്. ഇന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന് കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനുണ്ട്, കുണ്ടാപ്പില്ല കുട്ടുമുണ്ട്, പിന്നെ ഉണ്ണിയുണ്ട്. അവിടെ ഉണ്ണിയുണ്ട്, പിന്നെ വേറെ രണ്ടേക്കന്മാർ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടാളും കടയിൽ പോയി വന്നിട്ട് കാണാം ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകണം. ഏത് ഗ്രൗണ്ടൊന്നും അറിയില്ല, ഇതിൻ്റെ അപ്പുറത്തായിരിക്കും, അവിടെ എവിടെയിലേക്കായിരിക്കും കേട്ടോ ഗ്രൗണ്ട്. തൊട്ടപ്പുറത്തേക്ക് കാരപ്പുഴേൻ്റെ വൈദ്യുവാകുന്നുണ്ട്. അവിടെ ആയിട്ട് കാരപ്പുഴേൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, വെള്ള ടാങ്ക് പോലത്തെ വലിയ സാധനം ഉണ്ട്. ആ ഭാഗത്തായിട്ട് ആ ഭാഗത്തേക്കൊക്കെ നമ്മളിപ്പോൾ രണ്ട് ചൂണ്ട മേടിക്കാൻ പോയിട്ടുണ്ട്. എപ്പോഴാണ് ചൂണ്ട മേടിക്കുന്നതെന്ന് അറിയില്ല. ചൂണ്ട മേടിച്ചിട്ട് വേണം നമുക്ക് 2-3 മീനൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊരിച്ച് തിന്നണേ. ചിലപ്പോഴേ കിട്ടുള്ളൂ, ഉറപ്പൊന്നുമില്ല കേട്ടോ. ചിലപ്പോഴേ കിട്ടുള്ളൂ, ഉറപ്പില്ല. അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നടന്ന് ഓടിയോ റോട്ടിൽ കൂടെ ബോൾ അടിച്ചുകൊണ്ട് ഓടി വന്നിട്ടുണ്ടല്ലോ, ആകെ തളർന്ന്. എന്നാ പിടിച്ചോ. അയ്യോ, അവർ കടയിൽ പോയിക്കണം, അവരിപ്പോൾ വരും. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ വഴി കൂടെ അങ്ങോട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി. അവിടെ ഗ്രൗണ്ടുള്ളേ അതാ കാണുന്നു, ആ ഭാഗത്ത് ഗ്രൗണ്ടുള്ള കറുവ് അടിച്ചാണ്. കറുവ് അടിക്കാൻ അറിയോ ഉണ്ണി? കറുവ് അടിക്കാൻ അറിയോ? മെല്ലെ അടിക്കല്ലോ. അയ്യോ, ആ ചക തലപ്പ് തട്ടിയേ. ഷോട്ട് നന്ദു ഷോട്ട് അടിയേ. മാറി റൊണാൾഡോന്റെ പവർ ഉണ്ട് എന്ന് പറയാം. അടി അടി മച്ചാനെ, ഇവിടെ എത്തോ? നന്ദുവിന്റെ ഷോട്ടൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു? കറവ് അടി അതന്നെ അതിനല്ലേ അതന്നെ. ഇനി എൻ്റെ അടി അവിടെ നിന്നോ. ആ നന്ദു തട്ടിയിട്ട് അത് പോയിട്ടോ കിട്ടിയോ കൊടുത്ത്. ഹുക്ക് കിട്ടി, മീൻ പിടിക്കാനുള്ള ഹുക്ക് കിട്ടി, ചൂണ്ട കുളത്ത് കിട്ടി. ഇത് ചൈന കുളത്താട്ടെ ഇതിൻ്റെ പേര്, ചൈന കുളത്ത് എന്ന് പറയുന്നത്. കുറച്ച് കറുപ്പ് കളറായിട്ട് ഇത് എന്നാ എത്ര മേടിച്ച് അവിടെ? അപ്പൊ കയറോ? കയറോടല്ലേ? ആര് പറഞ്ഞു? അപ്പൊ ഇവിടെ ഇടണ്ടേ? എടാ മൊണ്ണ, അതൊക്കെ പറഞ്ഞിട്ടില്ല നീ എന്നെ കൊണ്ടുവന്നേ. പൈസ അല്ല, ആകെ 20 രൂപ എടുത്തുള്ളൂ. കള്ള ഹീമാറ്. ഇവൻ പറഞ്ഞിട്ടുണ്ട് എന്തറിയോ, ഇവിടെ ഗ്രൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ആ സൈഡിൽ മറ്റേ വെള്ള ടാങ്കിന്റെ ആ ഭാഗത്ത് ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് വന്ന് ഗ്രൗണ്ടിൽ കളിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എനിക്ക് ഫുട്ബോൾ കളിക്കാനും തോന്നില്ല. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ കളിക്കേ? എടാ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? ഇതൊക്കെ ചാണകമാണല്ലോ. ഇതല്ല ഇത് ഏത് ഗ്രൗണ്ട്? അതാ പോത്ത് കിട്ടി അവിടെ ഗ്രൗണ്ട്. അവിടെ ഇവിടെ ചളിയാണ്. ഇവിടേക്ക് ചളിയാ. ഫുള്ള് സൈലന്റ് ആയിട്ടുണ്ടല്ലോ, വലിയ നേരെ നടക്കണ സ്ഥലം. ഓ നന്ദ കൂവ്, ഒച്ചത്ത് കൂവ്. അവിടെ ഇവിടേക്ക് ചളിയാണല്ലോ. നീ എന്നിട്ട് അവിടെ കളിക്കോ? ആ പിന്നെ എന്താ കളിക്കാല്ല ചവിട്ടുമ്പോ അടിക്ക് താഴ്ന്നു പോവാ. എന്റെ മോനെ ഗ്രൗണ്ടിൽ തന്നെ ഗ്രൗണ്ട്. ആ പോത്തൊക്കെ വന്ന് കുത്തിന പോയിക്കോ. അത് മാറ്റി കേട്ട്. നിനക്കല്ലേ പോത്തിനോട് ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ല നിനക്ക്? ഇതൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇതിലുണ്ടല്ലോ. മറിഞ്ഞ വീട് അധികം പരിക്കൊന്നും പറ്റൂല കേട്ടോ, ചളിയാവുന്നുള്ളൂ. അതാ വരുന്നു. കുണ്ടാപ്പി മാറി കേട്ടോ. കുണ്ടാപ്പി എന്ന് പറയും, കുട്ടു എന്ന് പറയും. കുണ്ടാപ്പിയുള്ള പേര് നമ്മൾ വെട്ടിയിട്ടോ കുട്ടു എന്ന് വിളിക്കണം. കുട്ടു ഷോർട്ടാക്കി കുട്ടു. അതാ വെള്ള ടാങ്ക്. ഞങ്ങൾ കളിക്കാൻ പോവാണ് ഗൈസ്. അയ്യോ, നമ്മളെ ടീമൊക്കെ ഇങ്ങോട്ടോ. ഞങ്ങളൊരു ടീം ഇവിടെ സെറ്റ് കിട്ടോ. ഇവരുടെ ടീമോ ഒന്ന് സെറ്റ് അവിടെ ഗൈസ്. നമ്മളെല്ലാവരും ടീമോ എല്ലാം സെറ്റ് ആയിട്ടോ. എല്ലാവരും സെറ്റ് ആട്ടോ. നമ്മളിപ്പോൾ കളിക്കാൻ പോവാണ്. ഇതാ ബോള്. അത്ര വലുതൊന്നും, ചെറിയ ബോളാണ്. ഇതുകൊണ്ട് നമ്മൾ കൊപ്പിക്കൂട്ടെ. ഇവിടെ മൊത്തം കുഴിയാണ് കേട്ടോ. എല്ലാ ടീമും സെറ്റ് ആട്ടോ. ഇവിടെ എല്ലാ ടീമും സെറ്റ്. അതോ ടച്ച് ഉണ്ട്. എന്നാ കളിച്ചോ. ഇപ്പൊ ഞങ്ങളെ കളിയൊക്കെ പൈസയായിട്ടുണ്ട് കേട്ടോ. മേത്തൊക്കെ ഉണ്ടല്ലോ, മേത്തൊക്കെ ചളിയായിട്ട് നോക്ക്. കാലിലൊക്കെ ഫുള്ള് ചളിയായി കിടക്കുക. ഇവിടെ മൊത്തം കുഴി ആയിക്കൊണ്ട് അധികം കളിക്കാനൊന്നും പറ്റില്ല. അവർ മറ്റേ മൺടച്ചോ ജൈക്കിളോ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ആണ്ടോ ആണ് കളിക്കാൻ അറിയില്ല.
2-3% ചാർജ് ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ വേഗം പോയിട്ട് ആ ഭാഗം കാണിച്ചു തന്നിട്ട് പിന്നെ വീട്ടിൽ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അല്ല ചാർജൊന്നും ഇല്ല. ഇപ്പോൾ സമയം 2-3 മണി ആയിക്കണ്, ചാർജൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇറങ്ങണതാ, എല്ലാവരും കയറിയിട്ടോ. നമ്മളിനി നേരെ അങ്ങോട്ട് യാത്ര ആ ഭാഗം കാണിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കട്ടെ വെള്ള ടാങ്ക് കാണാനൊക്കെ പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി, മൊബൈൽ ചാർജില്ലാതെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് കടയിൽ നിന്ന് 2-3 സോഡയും കുടിച്ച് 2-3 എന്താ കടി എന്തെന്ന് പാൽ കേക്ക് എന്തെങ്കിലും തിന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ചൂണ്ടരാൻ പോകും കേട്ടോ. ആ ഭാഗത്തായിട്ട് ചൂണ്ടരാൻ പോകും. ഒരാൾ ഇര പിടിക്കാൻ വേണ്ടി കൈക്കോട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തരോട് നിൽക്കണ്ടില്ല. ഇത് അമ്മുക്കുട്ടിയാണ്. അവിടെ നേരെ പിടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ പോകുന്നു. ആ ഭാഗത്തായിട്ട് ചൂണ്ട ഇട്ടിട്ട് നേരെ വൈകുന്നേരം ടൈം അയാൾ തിരിച്ചു വരുന്നു. വേമാടാ കുറേ നേരം വെയിറ്റ് ചെയ്തേക്കണം. നടക്ക്. ഞാൻ 2-3 നേരം കൊത്തിയിട്ടേ ചൂണ്ടൊരാളെ ഏരിയൊക്കെ കൊത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ചൂണ്ടിടുമ്പോൾ നമുക്ക് കാണാം. പോകുന്ന വഴി ഞാൻ കാണിച്ചുതരാം. പിന്നെ ഞാൻ ഇന്നലെ ഇട്ടതും പിന്നെ ഉണ്ണിക്ക് മീൻ കിട്ടിയ സ്ഥലമല്ലേ, ഉണ്ണിക്ക് മീൻ കിട്ടിയ സ്ഥലം ഇന്നലെ ഒരു വരാലിൻ്റെ കുട്ടീനെ ഉണ്ണിക്ക് കിട്ടി. ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം. കാലിലൊക്കെ ചളി, ഇതൊക്കെ കയ്യിലൊക്കെ ചളിയായിട്ട് കുറച്ചധികം നേരം പിടിച്ചിട്ടുണ്ട്. ഇത് കൂടെ ഇട്ട് പോകുന്ന വഴി ഇതാണ് പോകുന്ന വഴി. ഓ ചളിയായിട്ടേ ഇന്നലെ ഇട്ടിട്ട് ഇവിടെ ചൂണ്ട ഒളിപ്പിച്ച് വെച്ചാ. ഈ താമരല്ലേ, ഈ ആമ്പലല്ലേ, ആ കാണുന്ന ആമ്പലിൻ്റെ ഭാഗത്താണ് ഞാൻ നല്ല ചൂണ്ടിട്ട്. എന്നിട്ട് ഒരു മീൻ ചാടിപ്പോയി. ഉണ്ണിക്ക് ഇന്നലെ വരാലിൻ്റെ കുട്ടീനെ കിട്ടിയ സ്ഥലമുണ്ട് ഇവിടെ. ചെരുപ്പ് വിടൂരിക്കാം. ഇവിടെ നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് ഉണ്ണിക്ക് വെച്ച് വരാലിൻ്റെ കുട്ടീനെ കിട്ടി. എന്നിട്ട് ഇവിടെ ഈ കാണുന്നില്ലേ, ഇവിടെ ചെറുതായിട്ട് കുഴിച്ച് വെച്ചോല്ലോ അല്ലേ, അവിടെ ഇട്ട് പിന്നെ അത് ചത്തോയോ ജീവിച്ചോ കളഞ്ഞോ ഒന്നും അറിയില്ല. ഓമാരൊക്കെ അവിടെ ഫോട്ടോ എടുത്തിരിക്കുന്നേ അവിടെ നിന്ന് ചാടി. ഇന്നലെ ഞങ്ങൾ കുളിച്ചത് ആ മുളേൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇന്നലെ കുളിച്ചത്. ഇങ്ങനെ വലിയ സ്ഥലം അടിപൊളിയാണ്. നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റായിട്ട് ഞാൻ ഇന്നലെ ചാടിപ്പോയി മീനും ചാടിപ്പോയ സ്ഥലത്തിനെ കൊണ്ടുപോയിടുക കേട്ടോ. അവിടെ ചിലപ്പോൾ മീൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയിടുന്നത്. ചിലപ്പോൾ മീൻ കിട്ടിയിരിക്കും, കിട്ടിയ ഒരു ലാഭമാണ്. നമുക്കിന്ന് പൊരിക്കാം. ഓ അവിടെ കിടക്കട്ടെ ആമ്പലിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് നമുക്ക് അവിടെ പോയിട്ട് വിശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോൾ മീൻ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ വന്ന് നോക്കിയാലും അറിയും. കുറേ കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ മേലെ കെട്ടി വെച്ച് പഞ്ഞി തായാണെങ്കിൽ വേഗം എടുക്കണം. അതിന് വേഗം ഓടിപ്പോകാനേ പറ്റൂല. ഓക്കെ മീനെ കിട്ടി ഗൈസ്. മീൻ വാളല്ലേ, അത് വാളയോ അമ്മേ. ഇത് ഒരു ഇതിൽ മുള്ളുണ്ടാവോ? സാധനം നോക്ക്, തൊടാനൊക്കെ നല്ല രസം. എന്നാ ഇത് പിടിച്ചാ വാള വാള വാള. അയ്യോ കുറേ നേരം കാത്തിരിപ്പ്, അതിൻ്റെ ഒരു ബലം കിട്ടി ഗൈസ്. കുറേ നേരം ഉണ്ട് ഇങ്ങനെ അനങ്ങണേ, എങ്ങനെ അതിൻ്റെ പഞ്ഞി ഇങ്ങനെ അനങ്ങനെ. ഞാൻ ഇത്ര ഇവിടെ ആയിരുന്നു. എന്നിട്ട് ഞാൻ മെല്ലെ പോയി നോക്കി, മെല്ലെ ഒന്ന് സ്പീഡിലൊന്നും മെല്ലെ വെറുതെ വലിച്ചു നോക്കിയതാ. അപ്പോൾ ഉണ്ട് വലിയ മീനുണ്ട് ചാടി അങ്ങോട്ട് വരുന്നേ. അപ്പോൾ തന്നെ പൊക്കി ഒരു കയറിലിട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു കുഴിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചൂണ്ട കിട്ടിയോ? അമ്മുക്കുട്ടി ആമ്പലൊക്കെ പറിച്ച് അവിടെ വെച്ച്. ഇത് ആമ്പല് റോസ് ഉണ്ട്, പിന്നെ ഇതും കിട്ടിയിട്ടുണ്ട്, മുന്തിരി കളർ ആമ്പലും കിട്ടിയിട്ടുണ്ട്. എന്നാ തന്നെ പിടിച്ചോ, ഇത് പിടിച്ചോ, ഒരു ഹായ് പറയാ. ഇട്ട് വെച്ച സ്ഥലം കണ്ടോ? ഞാൻ ഇട്ട് വെച്ച സ്ഥലം ഇതെവിടെ എല്ലാം പോവാ. ഇതെവിടെയാണ് ഞാൻ ഇട്ട് വെച്ചതാ. ഇവിടെ നിന്നാണ് എനിക്ക് ഒന്നിനെ കിട്ടിയത്. ഇപ്പോൾ ഉണ്ടല്ലോ വൈകുന്നേരം ടൈമായി വെള്ളത്തിൽ ഇങ്ങനെ തിരമാല ഇങ്ങനെ വരും. ഇതേപോലെ തിരമാല ചെറുതായിട്ട് ഇങ്ങനെ വരും. ഇപ്പം അത് മാത്രമല്ല നല്ല കാറ്റുണ്ട്, കാർമേഘ നല്ല മൂടി കിടക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. വൈകുന്നേരം പോലും ഇല്ല ഇപ്പോൾ, ചെറിയായിട്ട് നല്ല തണുപ്പ് കുറച്ച് കൂടുതൽ ഇങ്ങനെ വരുന്നുണ്ട്. കിളികളൊക്കെ പറന്നു നോക്ക്. പോയോ? കിളികളെ കാണിച്ചു കൊടുത്താൽ പോയി.
ഇപ്പോൾ കുറച്ചധികം ഇരുടായി, ഞങ്ങൾ വീട്ടിൽ പോയിട്ടില്ല. ഞങ്ങൾ കുറച്ചധികം ഇരുടായിട്ട് ഞങ്ങളുടെ ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചൂണ്ട ഈ ഭാഗത്ത് എവിടെയോ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ശരണിന് എനിക്ക് കിട്ടിയ പോലത്തെ മീൻ ശരണിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. എനിക്ക് കിട്ടിയ അതേ സൈസിൽ കുറച്ചും കൂടി സൈസ് കൂടിയത് അവന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ഇതാണ് കിട്ടിയത്. 2 കിട്ടി. ഇതിൻ്റെ താഴത്തത് എൻ്റെതും ഇതിൻ്റെ മേലത്തത് അവൻ്റെ ശരണിൻ്റെയും. അതുകൊണ്ട് 2 സെയിം വലിപ്പമില്ല. എൻ്റെ കുറച്ച് ചെറുതാണ്, ഇവൻ്റെ കുറച്ച് വലുതും. ഇതുണ്ടോ സെയിം. അവ ഇട്ടപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങളടുത്ത് വർത്തനെ പറഞ്ഞു പോയിട്ട് നേരെ പോയി അവിടെ കൊണ്ട് ചൂണ്ടിട്ടല്ലോ. അപ്പോൾ തന്നെ ഒരു മീൻ കിട്ടി. എന്താ നോക്ക് ലക്ക്. എന്താ വിളിച്ചേ? എന്താ അവിടെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ചൂണ്ട. ഇതിനാണ് നേരെ മീൻ കിട്ടിയത്. ഞാൻ പിടിച്ചതിൻ്റെ കുറച്ച് വലുത്. ഇങ്ങോട്ടൊക്കെ ചൂണ്ടറ വന്നിട്ട് നമുക്ക് കത്തിക്കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓട്ടാക്കി നിൽക്കുക. നിനക്ക് മീൻ കിട്ടിയില്ലല്ലോ, കുറേ നേരം കാത്തുനിന്ന് ഇവനും മീൻ കിട്ടിയില്ല. ഇവനാണ് ഒരു മീൻ കിട്ടിയത്. ഇവനും പിന്നെ എനിക്കും. ഉണ്ണി അവിടെ കോൾ ചെയ്ത് കൊടുക്കുക. ഉണ്ണി ഇവിടെ പിടിച്ച് ആരെയും കോൾ ചെയ്ത് നല്ല സൊള്ളല്ല. 2 മീൻ കിട്ടിയിട്ടുണ്ട്. ഏതാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ശരണ് 2 മീൻ കിട്ടിയിട്ടുണ്ട്. 2 കൂടി ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം ചൂണ്ടിട്ടൊക്കെ പിന്നെ മീൻ കിട്ടിയില്ല. കുറേ നേരം ചൂണ്ടിട്ട് പിന്നെ രാത്രി 7:30 വരെ ചൂണ്ടിട്ട് പിന്നെ ഒരു മീനും കിട്ടിയില്ല. അതുകൊണ്ട് ഇരയും കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ടൈമിൽ ഇര കൊത്താനും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്തുള്ള ആളെ കാണാം. ടാറ്റാ.